ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വി ബാലകൃഷ്ണൻ, പ്രപ് സ്കെയിലിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് ഞാനൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ കാണിക്കും. ഇത് ഒരു പക്ഷേ നിങ്ങൾ LP-UP പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് ഈ 2024 ജൂലൈ മാസം 6, 20 തീയതികളിൽ LP-UP പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു പക്ഷേ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇത്. അതായത് ഇതിനിടയിൽ കഴിഞ്ഞ മാസം ഒരു LP-UP പരീക്ഷ നടന്നിരുന്നു. അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസം 5-ാം തീയതി ഒരു LP-UP പരീക്ഷ നടന്നിരുന്നു. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ഇൻഫാക്റ്റ് അത് കന്നഡ മീഡിയത്തിലുള്ള ഒരു LP-UP പരീക്ഷയാണ്. അതായത് നിങ്ങൾക്കറിയാം, കർണാടക നമ്മുടെ സ്റ്റേറ്റിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റാണ്, അതുപോലെ തന്നെ തമിഴ്നാടും. അപ്പോൾ തമിഴ് മീഡിയത്തിലും കന്നഡ മീഡിയത്തിലും LP-UP പരീക്ഷ നടക്കാറുണ്ട്. അപ്പോൾ 5/4/2024 നടന്ന കന്നഡ മീഡിയത്തിലുള്ള LP-UP പരീക്ഷയുടെ സൈക്കോളജി പേപ്പർ, അതായത് ജസ്റ്റ് ഒരു മാസം മുമ്പ് നടന്ന LP-UP പരീക്ഷയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പരീക്ഷയുടെ സൈക്കോളജി പേപ്പറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒപ്പം ഞാനൊരു പ്രത്യേക കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ വന്ന 20 മാർക്കിൻ്റെ സൈക്കോളജി ചോദ്യം നമ്മുടെ പ്രപ് സ്കെയിലിൻ്റെ ബുക്കിൽ നിന്ന് എത്ര ചോദ്യം വന്നു, അതായത് ഈ 20 മാർക്കിൻ്റെ സൈക്കോളജി ചോദ്യം LP-UP കന്നഡ മീഡിയത്തിൽ നടന്ന 5/4/2024 നടന്ന പരീക്ഷയിലെ 20 ചോദ്യത്തിൽ എത്ര ചോദ്യം പ്രപ് സ്കെയിൽ തയ്യാറാക്കിയ പുസ്തകത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുകൂടി ഇതിൻ്റെ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വിശദീകരിച്ച് തരികയും ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ അതൊരു ക്ലാസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. സോ ഐ ഹാവ് 2 ഒബ്ജക്റ്റീവ്സ് ഹിയർ. എനിക്കിവിടെ 2 ലക്ഷ്യങ്ങളുണ്ട്, ദ്വിമുഖ ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് തരിക. ഓക്കെ, അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇനി ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഈ ചോദ്യം മുഴുവനും, സൈക്കോളജി ചോദ്യം മുഴുവനും കന്നഡ മീഡിയത്തിലായിരുന്നു. ഓക്കെ, കന്നഡ മീഡിയത്തിലായിരുന്നു. അപ്പോൾ കന്നഡ മീഡിയത്തിൽ വന്ന സൈക്കോളജി ചോദ്യത്തെ പ്രപ് സ്കെയിൽ എന്ത് ചെയ്തു? മെഷീൻ ട്രാൻസ്ലേഷൻ വഴി, യന്ത്രവിവർത്തനം വഴി മലയാളത്തിലേക്കാക്കുകയാണ് ചെയ്തത്. നമ്മളതിനെ മലയാളത്തിലേക്കാക്കി. പക്ഷേ മലയാളത്തിലാക്കിയപ്പോഴേക്കും ചോദ്യങ്ങളിലെ ഘടന, സ്ട്രക്ചറ്, അതിൻ്റെ സെൻറ്റൻസിൻ്റെ പാറ്റേൺ, കർത്താവ്, കർമ്മം, ക്രിയ, ഇങ്ങനെ പല വാക്കുകളും മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പൂർണ്ണമായും എടുത്തിട്ടാണ് ഈ ചോദ്യത്തെ ഏതാണ്ട് മലയാളത്തിലെ രൂപത്തിലുള്ള ചോദ്യങ്ങളാക്കി മാറ്റിയത്. ഓക്കെ, സോ ഇൻഫാക്റ്റ് ഇത് കന്നഡ മീഡിയത്തിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങളതിനെ മെഷീൻ ട്രാൻസ്ലേഷൻ വഴി മലയാളത്തിലേക്കാക്കി. പക്ഷെ മലയാളത്തിലും അതെന്തായിരുന്നു? തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷനായിട്ടാണ് വന്നത്. യന്ത്രവിവർത്തനത്തിൽ പലപ്പോഴും അതിന് ശരിയായ ഘടന ഉണ്ടായിരുന്നില്ല, കർത്താവ്, കർമ്മം, ക്രിയ, ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതിനെ ചോദ്യങ്ങളാക്കി മാറ്റി. അങ്ങനെയുള്ള 20 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. എന്തിനാണ് ഈ ചോദ്യം കൊണ്ടുവരുന്നത്? ബിക്കോസ് ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ചോദ്യത്തിൻ്റെ സ്വഭാവം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ആദ്യത്തെ അധ്യാപക വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? നമുക്കറിയാം, നമ്മുടെ
PSC തന്ന സിലബസിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് എന്ത്? വിദ്യാഭ്യാസ കമ്മീഷനുകൾ. ഓക്കെ, ശരി. ഈ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണ് ഇത്. ആദ്യത്തെ അധ്യാപക വിദ്യാഭ്യാസ കമ്മീഷൻ. അധ്യാപക വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടീച്ചർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയിലെ അധ്യാപക വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും പരമോന്നതമായ ബോഡിയാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഏറ്റവും അവസാനമായിട്ട് വന്ന ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ 2022. അതായത് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വെളിച്ചത്തിൽ 2022 ടീച്ചർ എഡ്യൂക്കേഷന് ഒരു പ്രത്യേക കരിക്കുലം ഉണ്ടായി. ഇവിടെ ഇത് രണ്ട് കാര്യം ഓർത്തു വെക്കുക. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ആദ്യത്തെ ടീച്ചർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ചട്ടോപാധ്യായ കമ്മീഷനാണ്. 1983 ചട്ടോപാധ്യായ കമ്മീഷനാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ പുസ്തകത്തിൽ, അതായത് പ്രഫ് സ്കെയിൽ മുന്നോട്ട് തന്നിട്ടുള്ള ഈ പുസ്തകത്തിൽ മറ്റ് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇൻഫാക്റ്റ് ഈ കമ്മീഷനെ കുറിച്ച് ഞങ്ങൾ പ്രതിപാദിക്കാൻ വിട്ടുപോയി എന്നൊരു ഭാഗം കൂടി ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ. അധ്യാപക വിദ്യാഭ്യാസ കമ്മീഷൻ, ആദ്യത്തെ കമ്മീഷൻ ചട്ടോപാധ്യായ കമ്മീഷൻ. ബാക്കി ഹണ്ടർ കമ്മീഷൻ നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായ കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ 1964-66 പിന്നെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴുണ്ടാകുന്ന പ്രോബ്ലം കൊണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എക്സാക്ട്ലി ഈ കന്നഡയിലെ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത സമയത്ത് പലതും വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വന്നത്. ഞങ്ങൾക്കാർക്കും കന്നഡ വായിക്കാനും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഈ ചോദ്യം. പക്ഷേ നമ്മൾ ഇതിൻ്റെ ആശയം മനസ്സിലാക്കുക. ഇനി ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത്, ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഏതാണ്? ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം, പ്രീ പ്രൈമറി, വീട്, പ്രാഥമികം, അതേപോലെ അംഗൻവാടി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ വളരെ പ്രൈമറി ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടും ഊഹിച്ചെടുക്കാവുന്ന ചോദ്യങ്ങളായതുകൊണ്ടും ഞങ്ങൾ പുസ്തകത്തിൽ ആ കാര്യം പരാമർശിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾ നോക്കുക, കുട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വീട് എന്ന് തോന്നിപ്പോകും. പക്ഷേ വീടല്ല. കാരണം വീട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ല, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദിച്ചത്. സോ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തായാലും വീടല്ല. പിന്നെയോ നമ്മൾ ഈ പ്രീ പ്രൈമറി അംഗൻവാടി, ബോത്ത് ആർ സെയിം ഇൻ ഫാക്ട്. പ്രീ പ്രൈമറി അംഗൻവാടി എന്നുള്ളതും ഒരു അനിവാര്യമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല. കാരണം നിങ്ങൾ പ്രീ പ്രൈമറി പഠിച്ചിട്ടില്ലെങ്കിലും അംഗനവാടിയിൽ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കിയാൽ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വിളിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് എന്നൊരു വിലയിരുത്തലിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൻ്റെ എന്താണ് എക്സാക്ട്ലി ഈ ചോദ്യം എന്ന് നമ്മൾക്കും കൂടി മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടിയുടെ വീട് എന്ന് നമ്മൾ ധരിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ വീടല്ല, വിദ്യാഭ്യാസ സ്ഥാപനം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്?
പ്രാഥമിക വിദ്യാഭ്യാസമാണ്. കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വീട്. മനസ്സിലായില്ല? അങ്ങനെ തന്നെ നോക്കണം. ഒരു കുട്ടിയുടെ ആദ്യത്തെ സാമൂഹ്യ സ്ഥാപനം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് വീടാണ്, കുടുംബമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ക്രിട്ടിക്കൽ പെഡഗോജി പാഠ്യപദ്ധതി ഏത് പാഠ്യപദ്ധതിയിൽ പെടുന്നു? അതായത് ക്രിട്ടിക്കൽ പെഡഗോജി, അതായത് വിമർശനാത്മക ബോധന ശാസ്ത്രം എന്നത് ഏത് പാഠ്യപദ്ധതിയിൽ പെടുന്നു? ഓപ്ഷൻ KCF 2005, KCF 2009, അങ്ങനെ ഒരു KCF ഇല്ല കേട്ടോ. KCF 2000, 2000-ലും KCF ഇല്ല. 2000-ലുള്ളത് NCF ആണ്. KCF 2007. അപ്പോൾ KCF 2005, KCF 2005 ഇല്ല. ഈ ഓപ്ഷനിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് കൂടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. KCF 2005 അല്ല, NCF 2005 അതായത് യശ്പാലിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച കരിക്കുലമാണ് NCF 2005. ഈ NCF 2005-ന്റെ ചുവട് പിടിച്ചാണ് KCF 2007 ഉണ്ടാക്കിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രപ്സ്കെയിൽ തയ്യാറാക്കിയ ഈ പുസ്തകത്തിൽ ഈ ചോദ്യം എവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്. അതായത് 276-ാമത്തെ പേജിൽ, ഈ പുസ്തകത്തിൻ്റെ 276-ാമത്തെ പേജിൽ ഞാൻ എടുക്കാം. 276-ാമത്തെ പേജിൽ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 7-ാമത്തെ ചോദ്യം, ഈ 7-ാമത്തെ ചോദ്യം ഞാൻ വായിക്കുകയാണ്. 2007 KCF-ന്റെ അടിസ്ഥാന സമീപനം. ഇതാ 2007 KCF-ന്റെ അടിസ്ഥാന സമീപനം. ഇത് ഞങ്ങൾ പ്രപ്സ്കെയിലിൻ്റെ ബുക്കിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ്. ഈ ചോദ്യം തന്നെയാണ് ഈ 2024 ഏപ്രിൽ 4-ാം തീയതി നടന്ന 5-ാം തീയതി നടന്ന കന്നഡ മീഡിയം ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ഞങ്ങൾ ചോദിച്ചത് ഇതായിരുന്നു: 2007 KCF-ന്റെ അടിസ്ഥാന സമീപനം. 1 ജ്ഞാനനിർമ്മിതിവാദം, 2 വിമർശനാത്മക ബോധനശാസ്ത്രം അഥവാ ക്രിട്ടിക്കൽ പെഡഗോജി, 3 ബഹുമുഖ ബുദ്ധിയുടെ വികാസം, ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, 4 ഇവയെല്ലാം. അപ്പം ഇവയെല്ലാമാണ് ഞങ്ങൾ കൊടുത്ത ഉത്തരം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ചോദ്യം കന്നഡ മീഡിയത്തിൽ വന്ന സൈക്കോളജിയിലെ ഈ ചോദ്യം പ്രപ്സ്കെയിൽ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ 276-ാമത്തെ പേജിൽ 7-ാമത്തെ ചോദ്യമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ പ്രപ്സ്കെയിലിൻ്റെ ലോഗോ ഒക്കെ കാണാം. ഇത് ഞങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് അതേപടി കോപ്പി ചെയ്തിട്ട് ഇവിടെ വെച്ചതാണ്. ഇതാണ് ആ ഭാഗം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി തരാം. അതായത് 2007 KCF-ന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് 3 സമീപനങ്ങൾ. 1 ജ്ഞാനനിർമ്മിതിവാദം അഥവാ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, 2 വിമർശനാത്മക ബോധനശാസ്ത്രം അഥവാ ക്രിട്ടിക്കൽ പെഡഗോജി, 3 ബഹുമുഖ ബുദ്ധിയുടെ വികാസം അഥവാ ഡെവലപ്മെൻറ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. അടുത്ത LP UP പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിക്കോസ് കഴിഞ്ഞ ഒറ്റ മാസം മുമ്പ് നടന്ന പരീക്ഷയിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, അഭിവചനം എന്നാൽ? ഇത് കന്നഡയിലെ ചോദ്യമാണ്. എന്താണ് കന്നഡയിൽ ഈ വാക്ക് ഉദ്ദേശിക്കുന്നത് എന്ന്
കൃത്യമായി മനസ്സിലാക്കിയില്ല. എങ്കിലും അഭിവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ വചനം നൽകുക, പറയുക, കുട്ടികൾ കേൾക്കുക. അപ്പോൾ കേൾക്കുക എന്നുള്ളതാണ് PSC ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അഭിവചനം എന്നാൽ അർത്ഥം കേൾക്കുക. അത് ഞങ്ങളുടെ പുസ്തകത്തിൽ എവിടെയും ഉൾക്കൊള്ളിച്ചിട്ടില്ല. കാരണം ഇത്തരമൊരു ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുകയാണ്. അടുത്തത്, ഇനി പറയുന്നവയിൽ ഏത് ബുദ്ധിശക്തിയാണ് ഒരു കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത്? ഈ ചോദ്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. ഞങ്ങളിത് മെനക്കെട്ട് ഈ രൂപത്തിലാക്കിയതാണ്, നല്ല മലയാളത്തിൽ കേട്ടോ. മിഷനിൽ നിങ്ങൾക്കറിയാം, കന്നഡയിൽ ഇതങ്ങ് കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ രണ്ടും റീജിയണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ഞങ്ങളത് കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആക്കി, ഇംഗ്ലീഷിൽ നിന്ന് പിന്നെ മലയാളത്തിലേക്കാക്കി. അങ്ങനെയൊക്കെയാണ് ഈ ചോദ്യം ഞങ്ങൾ നല്ല രൂപത്തിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ശരി. ഇനി പറയുന്നവയിൽ ഏത് ബുദ്ധിശക്തിയാണ് ഒരു കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത്? അതായത് ബുദ്ധിശക്തി എന്നുള്ളത് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തിയാണ് എന്ന് സിറിൽ ബർട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഏത് ബുദ്ധിശക്തിയാണ് ഒരു കുട്ടിയെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തനാക്കുന്നത്? വ്യക്തിയാന്തര ബുദ്ധി, അതായത് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, ആന്തരിക വൈയക്തിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്, അസ്തിത്വപര ബുദ്ധി എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ്, മതപരമായ ബുദ്ധി റിലീജിയസ് ഇൻ്റലിജൻസ്. ഇതായിരുന്നു ചോദ്യം. അതായത് ഒരു കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത് ഏത് ബുദ്ധിയാണ്? വ്യക്തിയാന്തര ബുദ്ധി, അതായത് ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്. ഞാനും നിങ്ങളുമായി ഇടപഴകുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പ്രകടിപ്പിക്കുന്നതും ഇന്റർപേഴ്സണൽ ഇൻ്റലിജൻസ്, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള. അതല്ല കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത്. കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തമാക്കുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്, അതായത് ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് അഥവാ ആന്തരിക വൈയക്തിക ബുദ്ധി. ഇനി നോക്കൂ, ഈ ഭാഗം പ്രബ്സ്കെയിൽ തയ്യാറാക്കിയ പുസ്തകത്തിൽ എവിടെയാണുള്ളത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നോക്കുക, അടുത്ത പേജിൽ നോക്കുക. ബുദ്ധി എന്ന് പറയുന്ന 6ാമത്തെ അധ്യായം, പേജ് നമ്പർ 107, പേജ് നമ്പർ 107, അന്തർവൈയക്തിക ബുദ്ധി. 6ാമത്തെ ഡോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അന്തർവൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ബുദ്ധി. ഇനി ഞാനത് വായിക്കാം. സ്വയം പ്രതിഫലൻ, ഞങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യമാണ് വായിക്കുന്നത് കേട്ടോ. ഇതാ ഞാൻ വായിക്കുന്നത് ഈ ഭാഗമാണ്. ആ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വയം പ്രതിഫലനം നടത്താനും സ്വന്തം മാനസികാവസ്ഥയെക്കുറിച്ച് ധാരണയുണ്ടാക്കാനുമുള്ള കഴിവാണ് അന്തർവൈയക്തിക ബുദ്ധി. സ്വന്തം കഴിവുകളും കഴിവില്ലായ്മകളും തിരിച്ചറിയാനുള്ള കഴിവ്, സ്വയം വിശകലനം നടത്തൽ, സ്വന്തം വികാരങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കൽ, സ്വന്തം ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കുറിച്ച് ധാരണയുണ്ടാക്കൽ, സ്വന്തം ചിന്തന രീതി വിശകലനം ചെയ്യൽ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി തൻ്റെ പങ്ക് മനസ്സിലാക്കൽ എന്നീ നൈപുണികൾ ഈ ബുദ്ധി ഉള്ളവരുടെ നൈപുണികളാണ്. അപ്പോൾ
ഇതിൽ കൂടിയൊക്കെയാണ് കുട്ടി വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തനാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചോദ്യം, അതായത് ഇനി പറയുന്ന ബുദ്ധിയിൽ ഏത് ബുദ്ധിശക്തിയാണ് ഒരു കുട്ടിയെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കുന്നത് എന്നത് പ്രൊഫസ്റ്റൈൽ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 107 6ാമത്തെ പോയിന്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് വായിച്ചാൽ മനസ്സിലാവും, നേരിട്ടുള്ള ചോദ്യമല്ല. ഈ കാര്യങ്ങൾ വായിച്ച് ഗ്രഹിച്ചാൽ നിങ്ങൾക്ക് മറ്റേ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, സൈക്കോളജിയിൽ വായിച്ച് മനസ്സിലാക്കി ആശയഗ്രഹണം നടത്തിയതിന് ശേഷം മാത്രമേ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, അതായത് കന്നഡ മീഡിയം നടന്ന LP UP പരീക്ഷയുടെ സൈക്കോളജിയിലെ അടുത്ത ചോദ്യത്തിലേക്ക്. ആനിമേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ പേര്. ആനിമേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ പേര്. ഓപ്ഷൻ: ഡയറോമ, ഛായാഗ്രാഹകൻ, ലൈഫ് സൈക്കിൾ, ഛായാഗ്രഹണം. ഈ ഛായാഗ്രാഹകൻ, ഫോട്ടോഗ്രാഫർ, ഛായാഗ്രഹണം, ഫോട്ടോഗ്രാഫി, ഇതൊന്നും ആനിമേറ്റഡ് അല്ല. പിന്നെ അതേപോലെ ഡയറോമ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ത്രിമാന രൂപത്തിലുള്ള രൂപമാതൃകയാണ്. ഇപ്പോൾ ചന്ദ്രയാനെ കുറിച്ച് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ചന്ദ്രയാനെ കുറിച്ചുള്ള ഒരു ചെറിയ രൂപമാതൃക നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഡയറോമ എന്ന് പറയാം. എന്നാൽ ആനിമേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത് ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ്. ഒരു ചെറിയ കുട്ടി ഇരിക്കുന്നു, കുട്ടി നിൽക്കുന്നു, കുട്ടി നടക്കുന്നു, കുട്ടി ഓടുന്നു, കുട്ടി വലുതാകുന്നു, കുട്ടി സ്കൂളിൽ പോകുന്നു, കുട്ടി ഒരു ജോലി നേടുന്നു, കുട്ടി വയസ്സാവുന്നു, കുട്ടിയാവുന്നു, ഒടുവിൽ വീട്ടിലിരിക്കുന്നു. ഇങ്ങനെ കുട്ടിയുടെ ജീവിതത്തിലുള്ള ലൈഫ് സൈക്കിൾ നമുക്ക് ആനിമേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ച് രേഖപ്പെടുത്താവുന്നതാണ്, അങ്ങനെ പഠിക്കാവുന്നതാണ്. സോ ആനിമേറ്റഡ് ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിൻ്റെ പേര്, പഠനത്തിൻ്റെ ഒരു ഉദാഹരണം ലൈഫ് സൈക്കിൾ. ഇതും ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ചൊരിടത്ത് എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം ഇത്തരം ചോദ്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം. എല്ലാ കാര്യങ്ങളും അബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടി. എല്ലാ കാര്യങ്ങളും അബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ എന്ത് കുട്ടി എന്ന് വിളിക്കും? താരം അല്ല. താരം നമുക്കറിയാം സോഷ്യോഗ്രാമിലും സോഷ്യോമെട്രിയും ആയി ബന്ധപ്പെട്ടതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്ന ഒരു കുട്ടി. ഇത് റിപ്പീറ്റീഷൻ എന്നുള്ളൊരു വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതും ശരിയല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ അബോധ മനസ്സിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഒറ്റപ്പെട്ട കുട്ടി എന്നുമല്ല വിളിക്കുക, മറിച്ച് അസാധാരണമായ ഒരു കുട്ടി, അതായത് എക്സെപ്ഷണൽ ചൈൽഡ് എന്നാണ് വിളിക്കുക. ചോദ്യത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇനി നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ 2 മാസം കഴിഞ്ഞ് എഴുതാൻ പോകുന്നതാണ്. ഈ ചോദ്യം 1 മാസം മുമ്പ് നമ്മുടെ കേരള PSC ചോദിച്ച ചോദ്യമാണ്. സോ ദർ കുഡ് ബി എ ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അബോധ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ സൂക്ഷിക്കുന്ന കുട്ടിയെ നമ്മൾ എന്ത് കുട്ടി എന്ന് വിളിക്കുന്നു? അസാധാരണമായ കുട്ടി അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചൈൽഡ്. ഇനി പ്രൊഫസ്റ്റൈൽ തയ്യാറാക്കിയ ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് ഇത് വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറയാം. പ്രൊഫസ്റ്റൈൽ തയ്യാറാക്കിയ ബുക്കിൻ്റെ
അതായത് ആ ബുക്കാണ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു തരുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം എന്ന ഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കുക. സാധാരണ കുട്ടികളിൽ നിന്ന് പ്രസ്താവ്യമാം വിധം വേറിട്ട് നിൽക്കുന്ന കുട്ടിയാണ് അസാമാന്യ ശിശു. ഇത്തരം ശിശുക്കൾ സമായോജന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്നവരാണ്. സാധാരണ ശിശുക്കളിലേക്കാളും മുകളിലോ താഴത്തോ ആവാം ഇവരുടെ ഭൗതിക നിലവാരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു തരം അസാമാന്യ ശിശുവാണ്, ഒറ്റപ്പെട്ട ശിശുവാണ്. അപ്പോൾ സാധാരണ ശിശുക്കളേക്കാൾ ഏറ്റവും താഴെയോ അല്ലെങ്കിൽ വളരെ മുകളിലോ ആവാം ഇവരുടെ ഭൗതിക നിലവാരം. പലപ്പോഴും ഇവർ അവരുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ബോധമനസ്സിനേക്കാളുപരി അബോധ മനസ്സിലാണ്. ഇത് പേജ് നമ്പർ 241 കൊടുത്തിട്ടുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വസ്തുക്കളെ ചിത്രങ്ങളായി കാണാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തത്. വസ്തുക്കളെ ചിത്രങ്ങളായി കാണാനുള്ള കഴിവ് വികസിപ്പിച്ചെടുത്തത് ആശയാധാനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ, കൗമാരത്തിൽ, ഊഹന ഘട്ടത്തിൽ, ഒബ്ജക്റ്റീവ് സൈക്കോ ഡൈനാമിക് ഘട്ടത്തിൽ. ഇത് ചോദ്യം വളരെ സിമ്പിളാണ്. വസ്തുക്കളെ എപ്പോഴാണ് നമ്മൾ ചിത്രങ്ങളായി കാണുന്നത്? അതായത് ഞാൻ പറഞ്ഞു തരാം. ജെറോമസ് ബ്രൂണർ മുന്നോട്ട് വെച്ച ഭൗതിക വികാസം, ആ ഭൗതിക വികാസം 3 ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത് എന്നാണ് ജെറോമസ് ബ്രൂണർ പറയുന്നത്. നമുക്കറിയാം, ബ്രൂണർക്ക് മുമ്പ് പിയാഷെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഭൗതിക വികാസം നടക്കുന്നത് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, 4 ഘട്ടങ്ങളിലൂടെയാണ്. എന്നാൽ പിയാഷെയുടെ ഘട്ടസിദ്ധാന്തത്തെ ബ്രൂണർ എതിർക്കുകയായിരുന്നു. പക്ഷെ എങ്കിലും ബ്രൂണർ പറയുന്നു വികാസത്തിന് 4 പ്രാതിനിധ്യ ഘട്ടങ്ങളുണ്ട് എന്നാണ്. ഇതിന് നമ്മൾ പറയുന്നു പ്രാതിനിധ്യ ഘട്ടങ്ങൾ. ഇംഗ്ലീഷിൽ പറയുന്നു മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. സോ എഴുതി വെക്കുക, മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. അപ്പം ബ്രൂണർ പറയുന്നു, സിമ്പിളായിട്ട് ഒറ്റ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് പിയാഷെയും ബ്രൂണറും കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ആളാണ്. അതേപോലെ തന്നെ വൈജ്ഞാനിക വികാസം എങ്ങനെയാണ് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച 2 പേരാണ് ജീൻ പിയാഷെ, മഹാനായ ജീൻ പിയാഷെ. എന്നാൽ അത്രത്തോളമൊന്നും മഹാനല്ലാത്ത ജെറോം എസ് ബ്രൂണറും. ഓക്കെ, പിയാഷെ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു ട്രൂലി, പക്ഷെ ബ്രൂണർ ഒരു എഡ്യൂക്കേഷനിസ്റ്റായിരുന്നു. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഇവർ തമ്മിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം പിയാഷെ പറയുന്നത് വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് ഘട്ടങ്ങളിലൂടെയാണ്, അതായത് 4 ഘട്ടത്തിലൂടെയാണ്. ഈ ഘട്ടത്തെ അദ്ദേഹം വേർതിരിച്ചത് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ദ്രിയ ചാലക ഘട്ടം 1.5 വയസ്സ് മുതൽ 2 വയസ്സ് വരെ, പ്രാക് മനോവ്യാപാര ഘട്ടം 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, 7 മുതൽ 11 വരെ മൂർത്ത മനോവ്യാപാര ഘട്ടം, 11 മുതൽ മേലോട്ട് ഔപചാരിക മനോവ്യാപാര ഘട്ടം. എന്നാൽ പിന്നീട് വന്ന ബ്രൂണർ പറയുന്നു വയസ്സിൻ്റെ അടിസ്ഥാനത്തിലല്ല വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്, മറിച്ച് പഠിതാക്കൾ നേരിടുന്ന അനുഭവങ്ങളുടെ സങ്കീർണതയുടെ അടിസ്ഥാനത്തിലാണ് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്. അപ്പോൾ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷേ ഒരു ഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഘട്ടത്തെ അദ്ദേഹം പറയുന്നത് പ്രാതിനിധ്യ ഘട്ടം എന്നാണ്. ഇംഗ്ലീഷിൽ അതിനെ നമ്മൾ പറയുന്നു മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന്. എന്ത്? മോഡ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി വസ്തുക്കളെ ചിത്രങ്ങളായി കാണുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ
3 ഘട്ടങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ 3 ഘട്ടങ്ങളാണ്: ഒന്ന് എനാക്റ്റീവ് സ്റ്റേജ്, രണ്ടാമത്തത് ഐക്കോണിക് സ്റ്റേജ്, മൂന്നാമത്തത് സിംബോളിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ്, എനാക്റ്റീവ് സ്റ്റേജ് പ്രവർത്തനഘട്ടം, ഐക്കോണിക് സ്റ്റേജ് ബിംബനഘട്ടം, സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം. ഇനി വസ്തുക്കളെ ചിത്രങ്ങളായി കാണുന്ന കഴിവ് ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കുക. ചെറിയ കുട്ടികൾ, അവരിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കുട്ടികൾ അറിവ് സമ്പാദിക്കുന്നത് ആ വസ്തുക്കളെ നേരിട്ട് കണ്ടതുകൊണ്ടാണ്, നേരിട്ട് കണ്ടാണ്. ഇതൊരു വാട്ടർ ബോട്ടിലാണ് എന്ന് കുട്ടികളെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ കുട്ടിയെ വാട്ടർ ബോട്ടിൽ കാണിച്ചു കൊടുക്കുന്നു. ചെറിയ കുട്ടികളെ, നഴ്സറി കുട്ടികളെയൊക്കെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ വസ്തുക്കൾ അവരുടെ മുന്നിൽ നേരിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായേ? ഓക്കെ, വസ്തുക്കൾ നേരിട്ട് അവതരിപ്പിക്കുന്നു. ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ നേരിട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ഒരാപ്പിൾ കൂടെ ഒരാപ്പിൾ കൂടി വെച്ചു, അപ്പോൾ 2 ആപ്പിളായി. അപ്പോൾ വസ്തുക്കളെ കുറിച്ചുള്ള വൈജ്ഞാനിക വികാസം, അറിവ് കുട്ടിയിൽ ഉണ്ടാവുന്നത് ആ വസ്തുവിനെ നേരിട്ട് കണ്ടിട്ടാണ്. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ, അതായത് ഐക്കോണിക് സ്റ്റേജിൽ, ഈ വസ്തു നേരിട്ടുണ്ടാവണമെന്നില്ല. വസ്തുവിനെ കുറിച്ചുള്ള ചിത്രമായാലും ശരി, ഗ്രാഫിക് ആയാലും ശരി, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയാലും ശരി. ഇപ്പോൾ കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ വാട്ടർ ബോട്ടിലിനെ കുറിച്ചുള്ള ഒരു ചിത്രം കുട്ടിയുടെ മുന്നിൽ വെച്ചാൽ മതി. പ്രാവ് എന്താണ് എന്നൊരു ആനയെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ആനയുടെ ഒരു ചിത്രം കുട്ടിയുടെ മുന്നിൽ നമ്മൾ വരച്ച് കാണിച്ചാൽ മതി. അപ്പോൾ അത് ആനയാണ് എന്ന് കുട്ടിക്ക് ബോധ്യമാവും. അല്ലാതെ ആനയെ കൊണ്ട് കുട്ടിയുടെ മുന്നിൽ നിർത്തണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വസ്തുക്കളെ ചിത്രങ്ങളായി കാണാനുള്ള കഴിവ് കുട്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഘട്ടത്തെ നമ്മൾ ഐക്കോണിക് ഘട്ടം എന്നാണ് പറയുന്നത്. അതായത് ബിംബന ഘട്ടം എന്നാണ് പറയുന്നത്. ഈ ബിംബന ഘട്ടം സംഭവിക്കുന്നത് ഏത് കാലത്താണ്? അതായത് ഏത് കാലത്താണ്? ആശയാധാനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലല്ല. ആശയാധാനത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ സംഭവിക്കുന്നത് എനാക്റ്റീവ് സ്റ്റേജാണ്. കൗമാരം എന്ന് പറയുന്നത്, കൗമാരം 12-13 വയസ്സിന് ശേഷമാണ്. അപ്പോഴേക്കും ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ കുട്ടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ കുട്ടിക്ക് വസ്തുക്കൾ വേണ്ട, ചിത്രങ്ങൾ വേണ്ട, ഭാഷയും പ്രതീകങ്ങളും മാത്രം മതി. അപ്പം ഇതും അല്ല എൻ്റെ ഉത്തരം. പിന്നെ ഊഹന ഘട്ടത്തിൽ, ഈ ഘട്ടത്തിലാണ് കുട്ടികൾ വസ്തുക്കളെ ചിത്രങ്ങളായി കാണാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് പ്രപ്പ് സ്കെയിലിൻ്റെ ഏത് ഭാഗത്താണ്, പ്രപ്പ് സ്കെയിൽ നൽകിയ പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. പേജ് 152 പറഞ്ഞിട്ടുണ്ട്, ബിംബന ഘട്ടത്തിൽ കുട്ടി കാണുന്നതെല്ലാം പ്രതിരൂപങ്ങളാക്കി മാറ്റുന്നു, ചുറ്റുപാടിനെ രൂപാത്മകമായി ഐക്കോണിക്കായി പരിവർത്തനം ചെയ്ത് ഉൾക്കൊള്ളുന്നു. ഈ ഘട്ടത്തെ പിയാഷയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടവുമായി ബന്ധപ്പെടുത്താം. ദൃശ്യങ്ങളുടെയും ബിംബങ്ങളുടെയും അടിസ്ഥാനത്തിൽ, അതായത് ദൃശ്യങ്ങളുടെയും ബിംബങ്ങളുടെയും, അതാണ് ഈ ചോദ്യത്തിൽ ചിത്രങ്ങളായി എന്ന് വന്നത്. ദൃശ്യം എന്ന് ഞങ്ങൾ ഉപയോഗിച്ചു, അവർ ചിത്രങ്ങൾ എന്നുപയോഗിച്ചു. അപ്പോൾ ഈ ഭാഗം പ്രപ്പ് സ്കെയിൽ മുന്നോട്ട് വെച്ച പുസ്തകത്തിൻ്റെ 152 പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കുന്നവർക്ക് നന്നായി കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് നോക്കുക. ബലപ്പെടുത്തലുകളുടെ തുടർച്ചയായ ഉപയോഗം അഭികാമ്യമായ ഫലങ്ങൾ നിലനിർത്തുമെന്ന്
ഏത് തെളിവ് സിദ്ധാന്തം പ്രസ്താവിക്കുന്നു? ഈ ഭാഷ നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. കാരണം ഇത് നല്ല മലയാളമായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളത് കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതിനേക്കാൾ മോശമായിരുന്നു ഭാഷ. പക്ഷെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ആ ഭാഷ ഒന്ന് ശരിയാക്കിയെടുത്തതാണ് കേട്ടോ. അല്ലാതെ ഇതങ്ങനെയല്ല. മറ്റേ നമുക്ക് തമിഴോ മറ്റോ ആണെങ്കിൽ തമിഴൊക്കെ അറിയുന്ന ആളോട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കാം. ഇത് കന്നഡ അറിയുന്ന ആൾ വേണം, സൈക്കോളജി അറിയുന്ന ആൾ വേണം. അപ്പോൾ അത് കിട്ടാനുള്ള പ്രയാസം കൊണ്ട് ഞങ്ങൾ മെഷീൻ ട്രാൻസ്ലേഷനിലേക്ക് പോയതാണ്. എന്നിട്ട് ഞങ്ങൾ ആ ചോദ്യത്തെ ഞങ്ങളെല്ലാവരും തന്നെയാണ് ഭംഗിയാക്കി എടുത്തത്. അപ്പം ചോദ്യം ഇതാണ്: ബലപ്പെടുത്തലുകളുടെ തുടർച്ചയായ ഉപയോഗം. ബലപ്പെടുത്തൽ ഓപ്പറൻ്റായിട്ടുള്ള കാര്യങ്ങളുടെ തുടർച്ചയായ ഉപയോഗം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഓപ്പറൻ്റ് ബിഹേവിയർ അഭികാമ്യമായ ഫലങ്ങൾ, ഡിസയറബിൾ ആയിട്ടുള്ള റിസൾട്ട് നിലനിർത്തുമെന്ന് ഏത് തെളിവ് സിദ്ധാന്തം പറയുന്നു? അതായത് ഒരു പ്രവർത്തനത്തിൽ കൂടി ഓപ്പറൻ്റിൽ കൂടി അഭികാമ്യമായ ഒരു വ്യവഹാരം സൃഷ്ടിച്ചെടുത്താൽ, അഭികാമ്യമായ വ്യവഹാരം എന്ന് വെച്ചാൽ ഒരു ഡിസയറബിൾ റിസൾട്ട് സൃഷ്ടിച്ചെടുത്താൽ പിന്നെ അതിനെ പ്രബലനം കൊണ്ട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഈ ചോദ്യം പറയുന്നത്. ഇത് ഏത് തരം അനുബന്ധനമാണ് എന്നാണ് ചോദ്യം. അതായത് ഇത് ഏത് തെളിവ് സിദ്ധാന്തമാണ് എന്ന് വെച്ചാൽ ഇത് ഏത് തരം അനുബന്ധനമാണ്? നിങ്ങൾക്കറിയാം, പ്രവർത്തനാനുബന്ധനം. അതായത് സ്കിന്നർ മുന്നോട്ട് വെച്ച ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആണ് ഈ കാര്യം പറയുന്നത്. അതായത് ഒരു വ്യവഹാരം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യവഹാരത്തെ പ്രബലപ്പെടുത്തുക എന്നുള്ളതാണ് ചോദകത്തിൻ്റെ ധർമ്മം. ഈ കാര്യം നമ്മുടെ പ്രസ്കെയിലിൻ്റെ എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 94-ാമത്തെ പേജിൽ ഇവിടെ പ്രബ്സ്കെയിലിന് എഴുതിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ ഭാഗം സ്കാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 94-ാമത്തെ പേജിൽ പരീക്ഷണം 2 എന്നുള്ള കാര്യം നോക്കുക. ഞാൻ വായിക്കാം. സ്കിന്നർ ഒരു പ്രാവിനെ തൻ്റെ പെട്ടിയിലാക്കി. പ്രാവിന് വെറുതെ കൊത്തി നടക്കുന്ന സ്വഭാവമുള്ളതിനാൽ അത് ഈ സ്വഭാവം തുടർന്നു. ഒരു തവണ തല ഒരു പ്രത്യേക ഉയരം വരെ പൊക്കി കൊത്തിയപ്പോൾ പ്രാവിന് ധാന്യം നൽകി. തല നിശ്ചിത ഉയരം വരെ പൊക്കി കൊത്തുക എന്ന ഓപ്പറൻ്റ് വ്യവഹാരം പ്രാവ് ആവർത്തിച്ചു. ഭക്ഷണം എന്ന സമ്മാനം നൽകിയാണ് ഇവിടെ പ്രതികരണത്തെ പ്രബലനം ചെയ്തത്. ഈ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കിന്നർ തൻ്റെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം അവതരിപ്പിച്ചു. ഇനി നോക്കുക, സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധനം RS ബന്ധത്തിൽ അധിഷ്ഠിതമാണ്, റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ഇനി നോക്കുക, ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഞാൻ കളർ മാറ്റുന്നുണ്ട്, നീലയാക്കുന്നു. ഒരു അഭിലഷണീയ പ്രതികരണം സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ ചോദകം വഴി അതിനെ പ്രബലപ്പെടുത്തണം. പ്രതികരണത്തെ പ്രബലപ്പെടുത്തുകയാണ് ചോദകത്തിൻ്റെ ധർമ്മം. പ്രതികരണത്തിൻ്റെ സംഭാവ്യതയും ആവർത്തനവും വർദ്ധിപ്പിക്കണം. ഇത്രയും. ഈ വാചകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. എപ്പോഴും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. ഗ്രഹിച്ചാൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും പുസ്തകം ബൈഹാർട്ട് പഠിക്കരുത്. അപ്പം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഒരു അഭിലഷണീയ പ്രതികരണം സൃഷ്ടിക്കപ്പെട്ടാൽ
പിന്നെ ചോദകം വഴി അതിനെ പ്രബലനപ്പെടുത്തണം. പ്രതികരണത്തെ പ്രബലപ്പെടുത്തുകയാണ് ചോദകത്തിൻ്റെ ധർമ്മം. അതായത് വൺസ് എ ഡിസയറബിൾ ബിഹേവിയർ ഈസ് എമിറ്റഡ് എന്നാണ് പറയുക കേട്ടോ. വൺസ് എ ഡിസയറബിൾ ബിഹേവിയർ ഈസ് എമിറ്റഡ്. സ്കിന്നർ പറയുന്നത് എമിറ്റഡ് എന്നാണ്, പക്ഷെ പാവ്ലോവ് പറയുന്നത് എലിസിറ്റഡ് എന്നാണ്. ഓക്കെ, പാവ്ലോവിൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊരു വ്യവഹാരം എലിസിറ്റ് ചെയ്ത് എടുക്കുകയാണ്. എലിസിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു വ്യവഹാരം ഉണ്ടാക്കിയെടുക്കുക. അതായത് രോഗിക്ക് അനസ്തീഷ്യ കൊടുത്തു, എന്നിട്ട് രോഗിയിൽ നമ്മൾ അബോധാവസ്ഥ എന്ന വ്യവഹാരം റെസ്പോൺസ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അബോധാവസ്ഥ രോഗിയെ മയക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി രോഗിക്ക് നമ്മൾ അനസ്തീഷ്യ കൊടുത്തു. അനസ്തീഷ്യ സ്റ്റിമുലസ് ആണ്, മയക്കം റെസ്പോൺസ് ആണ്. അപ്പം മയക്കം ഇവിടെ ഉണ്ടായത് ഒരു എലിസിറ്റഡ് ബിഹേവിയർ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ. എന്നാൽ സ്കിന്നർ പറയുന്നത് എമിറ്റഡ് ബിഹേവിയർ എന്നാണ്, ഉണ്ടായ വ്യവഹാരം. അതായത് വ്യക്തമായ ചോദകം ഇല്ലാതെ തന്നെ ചിലപ്പോൾ പ്രതികരണം ഉണ്ടാവും. എല്ലായ്പ്പോഴും ചോദകം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ചോദകമില്ലാതെ പോലും ചിലപ്പോൾ പ്രതികരണം ഉണ്ടാകാം എന്നാണ് ആര് പറയുന്നത്? സ്കിന്നർ പറയുന്നത്. അപ്പം ഇന്ന ചോദകം കൊണ്ടാണ് ഈ പ്രതികരണം ഉണ്ടായത് എന്ന് നമുക്ക് ക്ലിപ്തമായി പറയാൻ പറ്റില്ല. അത്തരം വ്യവഹാരത്തെയാണ്, അത്തരം റെസ്പോൺസിനെയാണ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു അഭിലഷണീയ പ്രതികരണം സൃഷ്ടിക്കപ്പെട്ടാൽ, ഇത് നിങ്ങൾക്ക് വായിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ, കാണാൻ ബുദ്ധിമുട്ടാവും. ഒരു അഭിലഷണീയ പ്രതികരണം സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ ചോദകം വഴി അതിനെ പ്രബലനപ്പെടുത്തണം. പ്രതികരണത്തെ പ്രബലപ്പെടുത്തുകയാണ് ചോദകത്തിൻ്റെ ധർമ്മം. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചോദകത്തിൻ്റെ ധർമ്മം എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത്. പക്ഷെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏതോ വഴിക്ക് പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ സ്റ്റിമുലസും ഉണ്ടാവാം, വ്യക്തമായ സ്റ്റിമുലസും ഉണ്ടാവാം, ചിലപ്പോൾ അവ്യക്തമായ സ്റ്റിമുലസും ഉണ്ടാവാം. വൺസ് എങ്ങനെയായാലും ശരി, ഒരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റിമുലസ് ആണ്. അതെന്തിനു വേണ്ടിയാണ്? ഉണ്ടായ വ്യവഹാരത്തെ, അതിൻ്റെ ആവർത്തന സാധ്യതയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പ്രതികരണത്തിൻ്റെ സംഭാവ്യത, പ്രോബബിലിറ്റി, പിന്നെ അതിൻ്റെ ആവർത്തനം, അതിൻ്റെ ഫ്രീക്വൻസി, ഇത് ബലപ്പെടുത്തുക എന്നുള്ളതാണ് ചോദകത്തിൻ്റെ ധർമ്മം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ചോദ്യം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. പുതിയ അറിവിനെ മുൻ അറിവുമായി ബന്ധപ്പെടുത്തുന്ന രീതി ഫങ്ഷണൽ എവല്യൂഷൻ മാട്രിക്സ്, ആശയ സമ്പാദന മാട്രിക്സ്, മുന്നറിവുകളുമായുള്ള സംയോജനം, ആഗമന ചിന്താരീതി. എല്ലാവർക്കും അറിയാം. അതായത് പഠിതാവിൻ്റെ സ്കീമയിലേക്ക് പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കുന്നതിനെ പിയാഷെ വിളിച്ചത് അസിമിലേഷൻ എന്നാണ്. അസിമിലേഷൻ അതായത് സ്വാംശീകരണം. അതായത് നിലവിലെ അറിവിലേക്ക് എന്ന് വെച്ചാൽ നിലവിലെ സ്കീമയിലേക്ക് പുതിയ അറിവുകൾ. അപ്പോൾ പഠിതാവ് എപ്പോഴും പുതിയ നൂതനങ്ങളായ പഠന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടും. അത്തരം പഠന സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നിലവിലെ സ്കീമയിലേക്ക് പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കപ്പെടും. എപ്പോഴും ശ്രദ്ധിക്കുക, പിയാഷെ ഒരു ബയോളജിസ്റ്റായിരുന്നു. ഈ പിയാഷെ പറയുന്നത് ബേസിക്കലി ഒരു ബയോളജിസ്റ്റാണ് കേട്ടോ. സൈക്കോളജിസ്റ്റൊക്കെ തന്നെയാണ്, ബട്ട് ബേസിക്കലി ഒരു ബയോളജിസ്റ്റാണ്. അപ്പോൾ പിയാഷെ പറയുന്നത് ഇതാണ്. അതായത് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് എന്താണ്? ഒരു ബയോളജിക്കൽ സ്കീമയുമായിട്ടാണ്. സോ എവറി ചൈൽഡ് ഈസ് ബോൺ വിത്ത് എ
ബയോളജിക്കൽ സ്കീമ ഇൻ ഹിസ് കോഗ്നിറ്റീവ് ഏരിയ. ഈ ബയോളജിക്കൽ സ്കീമയിലേക്ക് പുതിയ അറിവുകൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. അതിനെയാണ് അദ്ദേഹം വിളിച്ചത് സ്വാംശീകരണം എന്ന്. ഇനി പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ പേജ് നമ്പർ 147 ഒന്നാമത്തെ സബ് പോയിന്റ് ഇതാണ്: വൈജ്ഞാനിക വികാസ പ്രക്രിയകൾ. അതിൽ പ്രോസസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ശ്രദ്ധിക്കുക, പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിൻ്റെ 147 പേജ് ഞാൻ വായിക്കാം. ബൗദ്ധിക സമായോജനം നടക്കുന്നത് സ്വാംശീകരണം, സമായോജനം, സംസ്ഥാപനം എന്നീ പ്രക്രിയകളിലൂടെയാണ്. നിലവിലുള്ള തൻ്റെ വൈജ്ഞാനിക ഘടനയിൽ പുതിയ അനുഭവങ്ങളെ കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. പുതിയ അനുഭവങ്ങളെ ഉൾക്കൊള്ളാനും ബോധത്തിൽ പ്രതിഷ്ഠിക്കാനും വേണ്ടി നിലവിലുള്ള സ്കീമയെ ക്രമപ്പെടുത്തുകയാണ് സംസ്ഥാപനം. എന്ന് വെച്ചാൽ പുതിയ സ്കീമകൾ പ്രവേശിക്കുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ സംസ്ഥാപനം എന്ന് വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലൊരു അലമാരയുണ്ട്, ആ അലമാരയിൽ നിറയെ വസ്ത്രങ്ങളുണ്ട്. Now if you want to put more dress into that almara, then you will have to do what? Either you will have to sideline the existing dress. ഒന്നുകിൽ നിങ്ങൾ നിലവിലുള്ള ഡ്രസ്സിനെ ഒന്ന് അങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഉയരത്തിലുള്ള ഡ്രസ്സിനെ ഒന്ന് അമർത്തി താഴ്ത്തണം, എന്നിട്ട് പുതിയ ഡ്രസ്സ് അതിൻ്റെ മേലോട്ട് വെക്കണം. ഇതേപോലെ തന്നെയാണ് കോഗ്നിറ്റീവ് സ്ട്രക്ചറും. ഈ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ അറിവുകളെ കൂട്ടിച്ചേർക്കണമെങ്കിൽ നിലവിലുള്ള സ്ട്രക്ചറിൽ ചില നവീകരണങ്ങൾ ആവശ്യമാണ്. അതിനെയാണ് സംസ്ഥാപനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ സമായോജനം എന്ന മാനസിക പ്രക്രിയയുടെ 2 ഘട്ടങ്ങളാണ് സ്വാംശീകരണവും സംസ്ഥാപനവും. ചോദ്യം, കന്നഡ മീഡിയം ചോദ്യം ഇത്ര മാത്രമായിരുന്നു: പുതിയ അറിവിനെ മുൻ അറിവുമായി ബന്ധപ്പെടുത്തുന്നതിന് എന്ത് വിളിക്കുന്നു? മുന്നറിവുകളുമായുള്ള സംയോജനം. സോ അസിമിലേഷൻ ടു ദി എക്സിസ്റ്റിംഗ് സ്കീമ. ഇത് ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 147 പേജിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വ്യക്തിത്വ ഘടകങ്ങളിൽ പരിസ്ഥിതിയുടെ സ്വാധീനം എടുത്തു കാട്ടിയത് ആര്? വ്യക്തിത്വ ഘടകങ്ങളിൽ പരിസ്ഥിതിയുടെ സ്വാധീനം എടുത്തു കാട്ടിയത് ആര്? നിങ്ങൾക്ക് എപ്പോഴും അറിയാം, കേർട്ട് ലെവിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ധാരാളം സമയത്ത് പരാമർശിച്ചിട്ടുണ്ട്. കേർട്ട് ലെവിൻ പറയുന്നു, ഒരു വ്യക്തി ഒരു 2 സിറ്റുവേഷനിലാണുള്ളത്, എൻവയോൺമെൻറ്റിലാണുള്ളത്. അദ്ദേഹം ഇതിനെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നു. എൻവയോൺമെൻറ്റ് ഇത് എൻവയോൺമെൻറ്റിൻ്റെ ഫീൽഡാണ്. ഇത് എൻവയോൺമെൻറ്റിൻ്റെ ഔട്ടർ ഫീൽഡാണ്. ഔട്ടർ ഫീൽഡിൽ എന്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ വ്യവഹാരത്തെ ബാധിക്കുന്നില്ല, വ്യക്തിത്വത്തെ ബാധിക്കുന്നില്ല. പക്ഷേ ഫീൽഡിലെ, ക്ഷേത്രത്തിലെ 2 തരത്തിലുള്ള എൻവയോൺമെൻ്റ് ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ എൻവയോൺമെൻറ്റ്, ഭൗതികമായ ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. മറ്റൊന്ന് മെൻ്റൽ എൻവയോൺമെൻറ്റ്. അതായത് ഒന്ന് മാനസികമായ ഒരു ചുറ്റുപാടും മറ്റൊന്ന് ഭൗതികമായ ചുറ്റുപാടും. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ ബാധിക്കുന്നതിൽ അതിൻ്റെ പരിസ്ഥിതിക്ക് ധാരാളം പങ്കുണ്ട് എന്നാണ് ലെവിൻ പറഞ്ഞത് ഈ ഓപ്ഷനിൽ. ആൽബർട്ട്, ലെവിൻ, ഫ്രോയിഡ്, വുഡ്വർത്ത്. അപ്പോൾ വ്യക്തിത്വ ഘടകങ്ങളിൽ പരിസ്ഥിതിയുടെ ചുറ്റുപാടുകളുടെ പങ്കിനെ കുറിച്ച് വിശദീകരിച്ച ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്, സാമൂഹ്യ മനഃശാസ്ത്രജ്ഞനാണ് കേർട്ട് ലെവിൻ. ഇനി ഈ കാര്യം
പ്രബ്സ്കെയിലിൻ്റെ LP-UP പുസ്തകത്തിൻ്റെ 39-ാമത്തെ പേജിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് വായിക്കുകയാണ്. മനോസാമൂഹ്യ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേർട്ട് ലെവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് ക്ഷേത്ര സിദ്ധാന്തം. കേർട്ട് ലെവിൻ ക്ഷേത്ര സിദ്ധാന്തത്തിൽ കേന്ദ്രാശയത്തിന് പ്രാധാന്യം നൽകുന്നു. വ്യക്തിയും അയാളുടെ രംഗപ്രത്യക്ഷണവും രംഗശക്തികളും ഉൾക്കൊള്ളുന്ന മനഃശാസ്ത്രപരമായ ആശയമാണ് ഫീൽഡ് അഥവാ എൻവിറോൺമെൻറ്റ്. ഇത് തന്നെയാണ് ഫീൽഡ് കേട്ടോ. ഈ ഫീൽഡിനെയാണ് നമ്മൾ ചുറ്റുപാടുകൾ, പരിസ്ഥിതികൾ എന്ന് വിളിക്കുന്നത്. ഒരു വ്യക്തിക്ക് രണ്ട് തരത്തിലുള്ള പരിസ്ഥിതികളുണ്ട്. ഒന്ന് മനഃശാസ്ത്ര പരിസ്ഥിതിയും മറ്റൊന്ന് ഭൗതിക പരിസ്ഥിതിയും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിത്രസഹിതം പറഞ്ഞിട്ടുണ്ട്. ഫിസിയോളജിക്കൽ എൻവയോൺമെൻറ്റ്, മെൻ്റൽ എൻവയോൺമെൻറ്റ്, ഡ്രൈവിംഗ് ഫോഴ്സ് വെക്ടർ, റെസ്ട്രെയിനിങ് ഫോഴ്സ് പിറകോട്ട് നയിക്കുന്നത്, ഇത് വ്യക്തി, ഇത് ലക്ഷ്യം. വ്യക്തിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെയാണ് നമ്മൾ ബാരിയർ അഥവാ മതിൽ എന്നൊക്കെ പറയുന്നത്. ഇത് ലൈഫ് സ്പേസിൻ്റെ ബൗണ്ടറി. ഈ ബൗണ്ടറിക്ക് പുറത്തുള്ളതൊന്നും നിങ്ങളെ സ്വാധീനിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ഉദാഹരണത്തിന് ഞാൻ ഈ മുറിയിൽ വെച്ച് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ മുറിയാണ് എൻ്റെ ഭൗതിക പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ മുറിക്ക് അപ്പുറം വല്ല ഇതുണ്ടെങ്കിൽ അതൊരിക്കലും എന്നെ സ്വാധീനിക്കുന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഐ ആം അവെയർ ഓഫ് ഇറ്റ്. അതേപോലെ തന്നെ ഈ മുറിക്കുള്ളിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ, എന്തിനെക്കുറിച്ചൊക്കെ ഞാൻ അവെയർ ആണോ, ആ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ഇപ്പോഴത്തെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നുള്ളൂ. അപ്പോൾ ഈ മുറിയുടെ പുറത്തുള്ളതിന്, ഈ മുറി എന്ന് പറയുന്നത് എൻ്റെ ബൗണ്ടറിയാണ്, ബൗണ്ടറി ഓഫ് ലൈഫ് സ്പേസ് ആണ്. ഈ മുറിയുടെ പുറത്തുള്ളത് ഔട്ടർ ബൗണ്ടറിയാണ്. അപ്പോൾ അവിടെ ഒരു പാമ്പിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേടി തോന്നില്ല, ബിക്കോസ് ആ പാമ്പ് എൻ്റെ ഔട്ടർ ബൗണ്ടറിയിലാണുള്ളത്. അങ്ങനെ ഔട്ടർ ബൗണ്ടറിയിലുള്ള ഏതൊരു വസ്തുവിനെയും ലെവിൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഫോറിൻ ഹൾ എന്നാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു വരുന്നുള്ളൂ. കന്നഡ മീഡിയത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: വ്യക്തിത്വ ഘടകങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി സ്വാധീനം ചെലുത്തുന്നു എന്ന് വാദിച്ചത് ആരാണ്? കേർട്ട് ലെവിൻ. ഓക്കെ, ഇനി കന്നഡ മീഡിയത്തിലെ അടുത്ത ചോദ്യം നോക്കാം. പ്രയാസകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? പ്രയാസകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് എളുപ്പം പറയാവുന്നതാണ്. മനസ്സിൽ പഠിപ്പിക്കൽ, ഉപബോധ മനസ്സിൽ, സൂപ്പർ ഈഗോയിൽ, അബോധ മനസ്സിൽ. എല്ലാവർക്കും അറിയാം, നാം നമ്മുടെ അബോധ മനസ്സിലാണ് പ്രയാസകരമായതും ദുഃഖമുണ്ടാക്കുന്നതും വേദന ഉണ്ടാക്കുന്നതും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ അബോധ മനസ്സിലാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബോധ മനസ്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് നിന്ന് നിങ്ങളുടെ കുട്ടി കരഞ്ഞാൽ കുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്ന് വെച്ചാൽ കുട്ടി നിങ്ങളുടെ ഉപബോധ മനസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. വീഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, കണ്ടുകൊണ്ടിരിക്കാം, ശരി, അത് ബോധ മനസ്സുകൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ കുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ ബോധ മനസ്സിൽ തൽക്കാലം ഇല്ലെങ്കിലും ഉപബോധ മനസ്സിലുണ്ട്. അതിനെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ദാറ്റ് മീൻസ് കുട്ടി ഒന്ന് കരഞ്ഞാൽ ഉപബോധ മനസ്സിലെ ഓർമ്മകൾ ബോധ മനസ്സിലേക്ക് വേഗം കടന്നു വരും. എന്നാൽ നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത വിഷമകരമായ, വേദനാജനകമായ, പ്രയാസമേറിയ ഇത്തരം ഓർമ്മകൾ അബോധ മനസ്സിലാണ് സൂക്ഷിക്കുന്നത്. ഇനി പ്രബ്സ്കെയിൽ തയ്യാറാക്കിയ ബുക്കിൽ
ഈ ഭാഗം എവിടെ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. പ്രൊഫ് സ്കെയിലിൻ്റെ LPST UPST ബുക്ക് പേജ് നമ്പർ 121. LP UP ബുക്കിൻ്റെ പേജ് നമ്പർ 121. അതിൽ അബോധ മനസ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം, നോക്കുക. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മനോവൃത്തിയിലെ ഏറ്റവും പ്രധാന തലമാണ് അബോധ മനസ്സ്. വ്യക്തിയുടെ എല്ലാ പ്രകട വ്യവഹാരങ്ങളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അബോധ മനസ്സാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും കേട്ടോ. വ്യക്തിയുടെ വ്യവഹാര ശൈലിയും വ്യക്തിത്വമാകെ തന്നെയും അബോധ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഇനി നേരിട്ട് കന്നഡ മീഡിയത്തിൽ ചോദിച്ച സൈക്കോളജിയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ജന്മവാസനകൾ, ഉത്കണ്ഠകൾ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമാണ് അബോധ മനസ്സ്. ഒരു വ്യക്തിയുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ, ആഴത്തിൽ വേദനിപ്പിച്ച സംഭവങ്ങൾ, ഇതൊക്കെയാണ് പ്രയാസകരമായ ഓർമ്മകൾ എന്ന് പറഞ്ഞത്. ഇവിടെ കണ്ടില്ലേ, പ്രയാസകരമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ, അത് തന്നെയാണ് എന്ത് ഇത് ആഴത്തിൽ വേദനിപ്പിച്ച സംഭവങ്ങൾ എന്ന് ഞങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ എഴുതുന്ന അതേ ശബ്ദവും വാക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ടെക്നിക്കൽ വേർഡാണെങ്കിൽ പറ്റാം, പക്ഷെ ഇതിൽ പറ്റില്ല. അപ്പോൾ പ്രൊഫ് സ്കെയിലിൻ്റെ 120 പുസ്തകത്തിൻ്റെ 121 പേജിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്പീഡ് റീഡിംഗ് ജോലിക്കുള്ള യോഗ്യതാ പരീക്ഷ എന്താണ്? ഇത് അഭിക്ഷമത എന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. അഭിക്ഷമതയെക്കുറിച്ച് ഞങ്ങളുടെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പലതരം അഭിക്ഷമതകളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് സ്പീഡ് റീഡിംഗ്, സ്പീഡ്, കാര്യങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അതായത് നിങ്ങൾക്കറിയാം, അതായത് LP UP പരീക്ഷ എന്ന് പറഞ്ഞാൽ 100 ചോദ്യം 75 മിനിറ്റ്. ഈ 100 ചോദ്യം നിങ്ങൾ 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. ആ നിശ്ചിത സമയത്തിനുള്ളിൽ വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ടോയെന്നാണ് നോക്കുന്നത്, അല്ലേ? സുരേഷ് ഗോപിയും അമിതാഭ് ബച്ചനും ഒക്കെ അവതരിപ്പിച്ച കോൻ ബനേഗ കരോഡ്പതി, കോടീശ്വരൻ പരിപാടിയിലില്ലേ, ഫാസ്റ്റസ്റ്റ് ഫിംഗർ ഫസ്റ്റ്, കുറേ ഓപ്ഷൻ തന്നിട്ട് ആ ഓപ്ഷൻ ക്രമപ്രകാരം രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്ത്യയിലെ നഗരങ്ങളുടെ വടക്ക് നിന്ന് തെക്കോട്ടുള്ള നഗരങ്ങൾ എന്ന് പറഞ്ഞിട്ട് 4 നഗരങ്ങൾ തന്നു കഴിഞ്ഞാൽ, തെറ്റിച്ച് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശരിയായിട്ട് ഇത്ര സമയത്തിനുള്ളിൽ എത്ര വേഗത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുന്നുവോ അതിനെയാണ് സ്പീഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ഒരു തരം അഭിക്ഷമതയാണ്. അത് ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ് ആണ് അതിൻ്റെ ഉത്തരം. വിരൽ വേഗത പരീക്ഷ, ഇതൊക്കെ പ്രൊഫ് സ്കെയിലിൻ്റെ ക്ലാസ്സിൽ കൂടി ഞങ്ങൾ പറഞ്ഞു തന്നതാണ്. വിരൽ വേഗത പരീക്ഷ, ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. ഇനി പ്രൊഫ് സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 176 പേജിൽ ഓപ്ഷൻ ഡി എന്ന ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓ കോണോർ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. ഇതാ എൻ്റെ മുന്നിൽ പുസ്തകമുണ്ട്, ഓ കോണോർ ഫിംഗർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. ഇതിനെയാണ് വിരൽ വേഗത പരീക്ഷ എന്ന് വിളിക്കുന്നത്. വിരലുകളുടെ സൂക്ഷ്മമായ ചലനശേഷി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശോധകമാണിത്. ഇത് സമയബന്ധിതമായതിനാൽ വേഗതയും കൃത്യതയും സ്പീഡ് ആൻഡ് അക്യുറസി സ്കോറിങ്ങിൽ പരിഗണിക്കുന്നു. അപ്പോൾ ഓ കൂനർ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റിൽ പ്രധാനമായും സ്വീകരിക്കുന്നത് സ്പീഡ് ആൻഡ് അക്യുറസി. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ ഈ കന്നഡ മീഡിയം നടന്ന പരീക്ഷയിലെ ആദ്യത്തെ 2 ചോദ്യം ഒഴിച്ച് ബാക്കി മുഴുവൻ ചോദ്യങ്ങളും ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇനി നമുക്ക് ചോദ്യങ്ങളുണ്ട്, നോക്കാം. അടുത്തത്, ഒരു കുട്ടി സൈൻ എന്ന വാക്ക്
ഡൈൻ എന്ന് വായിക്കുന്നു. സൈൻ എന്ന വാക്ക് കുട്ടി വായിക്കുന്നത് ഡൈൻ എന്നാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് വായിക്കുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. ഭാഷയെ കൃത്യമായി ശരിയാവണ്ണം ഉച്ചരിക്കാനുള്ള കഴിവില്ലായ്മയാണ്, ഡിസ്ലെക്സിയ ആണ്. ഇത് 237 പേജിൽ 1 എന്ന ഭാഗത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ലെക്സിയ ഇത് ഒരു തരം ഭാഷാ വൈകല്യമാണ്. ഡിസ്ലെക്സിയ 2 തരത്തിലുണ്ട്. ഒന്ന് ഭാഷയിലെ പദങ്ങൾ ശരിയാവണ്ണം വായിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മ. അതായത് ഇവിടെ പദങ്ങൾ ശരിയാവണ്ണം വായിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മയാണ് കുട്ടി കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ശരിയാവണ്ണം വായിച്ചെടുക്കാനുള്ള കഴിവില്ലായ്മ. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ലെക്സിയ. ഇത് ഏത് പേജാണ്? പേജ് നമ്പർ 237. പ്രപ്പ് സ്കെയിലിൻ്റെ ബുക്കിൻ്റെ പേജ് നമ്പർ 237 ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അമ്മാവൻ്റെ കടയിൽ കുറച്ചു നേരം സഹായിക്കുന്ന കുട്ടിക്ക് സാധാരണ പോക്കറ്റ് മണി ലഭിക്കുന്നു. ഇത് ഏത് ഘട്ടമാണ്? അതായത് സിമ്പിൾ കാര്യമാണ്. കുട്ടി അമ്മാവൻ്റെ കടയിൽ പോയിട്ട് സഹായിക്കുമ്പോൾ അവസാനം സഹായിച്ചു വരുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? പോക്കറ്റ് മണി കിട്ടുന്നു. ഇത് ലോറൻസ് കോൾബർഗിൻ്റെ സദാചാര വികസന ഘട്ടത്തിൻ്റെ ഏത് സ്റ്റേജാണ്? സാർവലൗകിക തലം, യൂണിവേഴ്സൽ സ്റ്റേജ്. ഏത്? പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. അതല്ല, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് അല്ല. പിന്നെ വ്യവസ്ഥാപിത തലം, കൺവെൻഷണൽ സ്റ്റേജ്. പിന്നെ വ്യവസ്ഥാപിതാനന്തര തലം. ഈ വ്യവസ്ഥാപിതാനന്തര തലത്തിലാണ് സാർവലൗകിക തലം വരുന്നത്. വ്യവസ്ഥാപിതാനന്തര തലം, അതായത് പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്. അതിന് 2 ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് സാർവലൗകിക തലം. അതൊന്നുമല്ല, സിസ്റ്റമാറ്റിക് പ്രീഫോണ്ടൽ അല്ല, മറിച്ച് കൺവെൻഷണൽ ലെവലിലാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? പേജ് 163 കൊടുത്തിട്ടുണ്ട്. ഇത് സ്വാർത്ഥതയുടെ സ്ഥാനീകരണ ഘട്ടമാണ്. കുട്ടികൾ മുതിർന്നവരെ അനുസരിക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ അതുകൊണ്ടല്ല, അതൊക്കെ വിട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ കുട്ടികൾ ശരിയാണെന്ന് കരുതുന്നു. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി കുട്ടികൾ നന്നായി പെരുമാറുന്നു. ഇത് സ്റ്റേജ് 2 വരുന്നതാണ്. ഏതിൻ്റെ? പ്രാഥമിക തലത്തിലെ, അതായത് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൻ്റെ 2ാം തലത്തിൽ വരുന്നതാണ് ഇത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ബുദ്ധി പാരമ്പര്യസിദ്ധമാണ് എന്നതിന് തെളിവ് നൽകുന്ന സിദ്ധാന്തം ആരുടേതാണ്? ഏതാണെന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്നത്. ആരുടേതാണ്? ആരുടെ സിദ്ധാന്തമാണ് ഈ പറഞ്ഞതിൽ? ജെയ്ഡൻ ജോ, ഫ്രാൻസിസ് ഗാൾട്ടൺ, പിന്നെ ഡാനിയൽ ഗാൾട്ടൺ, ഡാനിയൽ ഗോൾബേർ. ആരുടെ സിദ്ധാന്തത്തിനോട് കൂടുതൽ അടുത്തതാണ് എന്ത്? ബുദ്ധി പാരമ്പര്യ സിദ്ധമാണ് എന്നുള്ള ഇത്. അതായത് ഡാനിയൽ ഗോൾബേർ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധിയില്ലേ, ആ വൈകാരിക ബുദ്ധിയുടെ സവിശേഷത നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ ആത്മനിയന്ത്രണം, അഭിപ്രേരണ, സാമൂഹ്യ നൈപുണി തുടങ്ങിയ ഇത്തരം കാര്യങ്ങളൊക്കെ പാരമ്പര്യസിദ്ധമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാവും മറ്റു ബുദ്ധികളുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഡാനിയൽ ഗോൾഡ്മാൻ്റെ വൈകാരിക ബുദ്ധിയാണ് കുറെ കൂടി ബുദ്ധി പാരമ്പര്യസിദ്ധമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. ഇത് പേജ് 112 വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൈകാരിക ബുദ്ധി. അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. 1990
പീറ്റർ സലോവെ, ജോൺ മേയർ എന്നിവരാണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എന്നാൽ 95-ൽ ഡാനിയൽ ഗോൾമാൻ ആണ് തൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെ ഇതിന് പ്രചാരം നൽകിയത്. വൈകാരികാവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണിത്. വൈകാരിക ബുദ്ധിക്ക് 4 തലങ്ങളുണ്ട്. വികാരങ്ങൾ തിരിച്ചറിയുക, വികാരങ്ങൾ പ്രയോജനപ്പെടുത്തുക, വികാരങ്ങൾ മനസ്സിലാക്കുക, വികാരങ്ങൾ നിയന്ത്രിക്കുക. വൈകാരിക ബുദ്ധി കൂടുതലുള്ളവർക്ക് നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും പ്രവർത്തനങ്ങളിൽ വിജയിക്കാനും വികാരങ്ങളെ തിരിച്ചറിയാനും ഔചിത്യപൂർവം പെരുമാറാനും അനായാസം കഴിയും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം അതാണ്, ഏത് തരം കുട്ടികളാണ് തങ്ങളെക്കാൾ പ്രായമുള്ളവരുമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്നത്? ഏത് തരം കുട്ടികളാണ് തങ്ങളെക്കാൾ പ്രായമുള്ളവരുമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്നത്? നമുക്കറിയാം ഉത്തരം പ്രതിഭാശാലികളാണ് തങ്ങളെക്കാൾ പ്രായമുള്ളവരുമായി ഇഷ്ടപ്പെടാൻ താല്പര്യപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 241-ാമത്തെ പേജിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഒരു പ്രതിഭാശാലികൾ കേട്ടോ. ഈ പ്രതിഭാശാലികളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഒരു പ്രത്യേക പ്രവർത്തന മേഖലയിലോ വിചാരത്തിലോ ഉയർന്ന തരത്തിലുള്ള പൊതു മാനസിക കഴിവുകളോ അസാധാരണമായ കഴിവോ ഉള്ള കുട്ടികളെയാണ് പ്രതിഭാധനരായ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിശക്തി 130-നും 140-നും പിന്നെ 145-നും 160-നും ഇടയിൽ ഒക്കെ പറയുന്നുണ്ട്. ഇത്തരം കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇവർ നോക്കൂ, ഇവർ സമപ്രായക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നവരാണ്. പിന്നെയോ തന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരുമായുള്ള കൂട്ടുകെട്ടാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. നോക്കുക, ഈ ചുവപ്പ് ഷെയ്ഡ് ചെയ്ത ഭാഗം തന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരുമായുള്ള കൂട്ടുകെട്ടാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. തന്നെക്കാളും മുതിർന്നവരുടെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഇവരിൽ കാണാം. ഇത് തന്നെയാണ് ചോദ്യത്തിൽ ചോദിച്ചത്. ഏത് തരം കുട്ടികളാണ് തങ്ങളെക്കാൾ പ്രായമുള്ളവരുമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്നത്? പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 241-ാമത്തെ പേജിലെ ഈ കാര്യം വായിക്കുക. തന്നെക്കാളും പ്രായത്തിൽ മുതിർന്നവരുമായുള്ള കൂട്ടുകെട്ടാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. തന്നെക്കാളും മുതിർന്നവരുടെ ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഇവരിൽ കാണാം. ഓക്കെ, മനസ്സിലായി? ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ ചോദ്യവും യഥാർത്ഥത്തിൽ ആദ്യം കണ്ട 2 ചോദ്യം ഒഴിച്ച് പിന്നീടുള്ള എല്ലാ ചോദ്യവും പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് വന്നത്. പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിൽ ആ ഭാഗങ്ങളൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ചോദ്യം, ആഭരണപ്രിയയായ മകൾ ക്ലാസ്സിൽ 1ാമതെത്തിയാൽ അവൾക്ക് ഒരു പുതിയ നെക്ലേസ് വാങ്ങിത്തരാമെന്ന് അമ്മ വാഗ്ദാനം ചെയ്യുന്നു. ഒരു അമ്മ, ഇതൊക്കെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്കാണ്, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ട. കുട്ടി ആഭരണപ്രിയയാണ്, എന്നാൽ 1ാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? 1ാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ഒരു നെക്ലേസ് വാങ്ങിത്തരാം എന്ന് അമ്മ പറയുന്നു. ഇതെന്താണ്? അധ്യാപന സാങ്കേതികത, കണ്ടാൽ തന്നെ അറിയാമല്ല എന്ന്. പിന്നെ പ്രബലനവും അല്ല, ഫീഡ്ബാക്കും അല്ല, മറിച്ച് ഇത് ഒരു തരം ബാഹ്യ പ്രചോദനമാണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ അല്ല, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ അഥവാ ബാഹ്യാഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഇനി ഈ കാര്യം പ്രബ്സ്കെയിലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പേജിലാണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. പേജ് നമ്പർ 179 പറയുന്നുണ്ട്. ബഹിസ്ഥാഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ.
ബാഹ്യമായ ചുറ്റുപാടിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ. അതായത് കുട്ടി 1-ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ നെക്ലേസ് വാങ്ങിച്ചു തരാം എന്ന് അമ്മ പറഞ്ഞത് ബാഹ്യമായ ഒരു ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് പ്രോത്സാഹനങ്ങൾ, ബോണസുകൾ ഒക്കെ. അപ്പോൾ പ്രോത്സാഹനം എന്താണ്? കുട്ടി നന്നായി പഠിച്ചാൽ അമ്മ നെക്ലേസ് വാങ്ങിത്തരാം, ഇത് ഒരു പ്രോത്സാഹനമാണ്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഇത് ബഹിസ്ഥാഭിപ്രേരണയാണ്. ചോദ്യത്തിലേക്ക് വരാം. ഉത്തരം ബാഹ്യപ്രചോദനം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം. PBLന്റെ പ്രധാന ലക്ഷ്യം. PBLന്റെ പ്രധാന ലക്ഷ്യം. ഈ PBL ഒരു പക്ഷെ നിങ്ങൾ കേട്ട ശീലം ഉണ്ടാവില്ല. ഇത് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് എന്നാണ് കേട്ടോ. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, അതായത് പ്രശ്നാധിഷ്ഠിത പഠനം. പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് പ്രശ്നാധിഷ്ഠിത പഠനം. അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനം, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള പഠനം, അതേപോലെ തന്നെ ഇതിനെ പറയുന്നത് PBL, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. പിന്നെ കുറേ ഇതേപോലെ ചെറിയ വാക്കുകൾ ഇവർ ഷോർട്ടായിട്ടാണ് കൊടുക്കുക, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം TLM എന്ന് വെച്ചാൽ നിങ്ങൾ പേടിച്ചു പോകരുത്. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ്, വേറൊന്നുമല്ല. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. BALA, ബാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്. TLM ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. PBL പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. MKO മോർ നോളജബിൾ അതർ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇത്തരം ഇംഗ്ലീഷിലെ ഷോർട്ട് അബ്രിവിയേഷൻ വാക്കുകൾ കേട്ടിട്ട് അറിയാതെ പോകരുത്, ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം. ഈ PBLന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രശ്നാധിഷ്ഠിത പഠനം. ഈ പ്രശ്നാധിഷ്ഠിത പഠനം എന്ന് വെച്ചാൽ പഠിതാവിന് ഒരു പ്രശ്നം അനുഭവപ്പെടുക, എന്നിട്ട് അതിൻ്റെ പരിഹാരത്തിനായി നിർദ്ധാരിതമായ വഴിയിൽ കൂടി പഠിതാവ് സ്വയം പഠിച്ച് മുന്നേറി പ്രശ്നപരിഹരണം നടത്തുക. സിംപ്ലി ഇത്രയേ ഉള്ളൂ. പഠിതാവിന് ഒരു പ്രശ്നം തൻ്റേതായ പ്രശ്നമായിട്ട് അനുഭവപ്പെടുക, എന്നിട്ട് ആ പ്രശ്ന പരിഹരണത്തിനായി മുൻകൂറായി നിർദ്ധാരണം ചെയ്യപ്പെട്ട ശരിയായ വഴിയിലൂടെ സ്വയം പഠിച്ച് മുന്നേറി പ്രശ്നപരിഹരണം നടത്തുക. ഇതാണ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്, അതായത് സ്വയം പഠനം. ഇത് പക്ഷേ ഈ അർത്ഥത്തിൽ നമ്മുടെ പുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അർത്ഥത്തിൽ നിന്നല്ല, ഈ ചോദ്യരൂപേണ നൽകിയിട്ടില്ല. പക്ഷേ പ്രശ്നപരിഹരണ പഠനം എന്ന് പറഞ്ഞ് ഈ പുസ്തകത്തിൽ പല സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുസ്തകം മുഴുവനായിട്ടും വായിച്ചാൽ അതുകൂടി കിട്ടും നിങ്ങൾക്ക്. ഇനി അടുത്ത ചോദ്യം. ഈ പ്രശ്നപരിഹരണ പഠനം, ഞാനിവിടെ ഗാഗ്നയുടെ പഠനശ്രേണിയിലെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഠനശ്രേണിയുടെ ഏറ്റവും ഉയർന്നതും സങ്കീർണവുമായ ഘട്ടമാണിത്. പഠിച്ച തത്വങ്ങളെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണിത്. അതായത് ഒരു കുട്ടി സ്വയം നിർദ്ധാരിതമായ വഴിയിൽ കൂടി തനിക്ക് അനുഭവപ്പെടുന്ന പ്രശ്നം സ്വയം പഠനത്തിലൂടെ പഠിച്ച് മുന്നേറുക, പരിഹരിക്കുക. ഇതാണ് പ്രശ്നപരിഹരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗാഗ്നയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അടുത്തത്, ഭാഷ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് സിദ്ധാന്തിച്ചത് ആര്? ഭാഷ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കേണ്ടി വരില്ല.
ഭാഷ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. ഞാൻ തന്നെ പ്രപ്പ് സ്കെയിലിൻ്റെ എൻ്റെ ക്ലാസ്സിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഭാഷ അല്ലെങ്കിൽ അറിവ്, ഒരു ഭാഷയാവട്ടെ അറിവാവട്ടെ, അറിവ് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് വൈഗോട്സ്കിയുടെ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ. അദ്ദേഹം പറയുന്നു, ഭാഷ അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളിലൂടെയുള്ള ഇടപെടലുകളിൽ കൂടി ഉണ്ടാവുന്നതാണ്. സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകളിൽ കൂടിയാണ് അറിവും ഭാഷയും നിർമ്മിച്ചെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗം പ്രപ്പ് സ്കെയിലിൻ്റെ പുസ്തകത്തിലെ പേജ് നമ്പർ 154 പ്രപ്പ് സ്കെയിലിൻ്റെ പുസ്തകത്തിലെ 154 ഈ ഭാഗം വ്യക്തമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കാം. ചിന്തയെ നിർണയിക്കുന്നത് ഭാഷയാണ് എന്ന ബെഞ്ചമിൻ വോർഫിൻ്റെയും ഭാഷയെ നിർണയിക്കുന്നത് ചിന്തയാണ് എന്ന പിയാഷയുടെയും കാഴ്ചപ്പാടിനെ വിശകലനം ചെയ്തുകൊണ്ട് ചിന്തയും ഭാഷയും വേറിട്ടാണ് വികാസം പ്രാപിക്കുന്നത് എന്ന് വൈഗോട്സ്കി പറയുന്നു. ഇത് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. ചിന്തയുടെ വികാസത്തിൽ ഒരു പൂർവ്വ ഭാഷാഘട്ടവും ഭാഷയുടെ വികാസത്തിൽ ഒരു പൂർവ്വ ചിന്താഘട്ടവും ഉണ്ട്. ബുദ്ധിവികാസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉപകരണം ഭാഷയാണ് എന്ന് അദ്ദേഹം വാദിച്ചു. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ആന്തരിക ഭാഷണവും സ്വകാര്യ ഭാഷണവും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്. ബുദ്ധിവികാസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് സ്വകാര്യ ഭാഷണമാണ്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൽ അധ്യാപികയുടെ പങ്ക് സ്കഫോൾഡിംഗ് ആണ്. അതായത് പഠിതാവിനെ വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുക. പ്രതിക്രിയാധ്യാപനം എന്ന ആശയമാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ആണിക്കല്ല്. പ്രതിക്രിയാധ്യാപനം ഒക്കെ നിങ്ങൾക്കറിയാം. ചോദ്യം ചോദിക്കൽ, സ്പഷ്ടീകരിക്കൽ, സംഗ്രഹിക്കൽ, പ്രവചിക്കൽ, ഇതൊക്കെയാണ് അതിൻ്റെ ഘട്ടങ്ങൾ. ചോദ്യം ചോദിക്കൽ, സ്പഷ്ടീകരിക്കൽ, സംഗ്രഹിക്കൽ, പ്രവചിക്കൽ. 2 വയസ്സോടുകൂടി ഭാഷയും ചിന്തയും ഒരുമിച്ച് ചേർന്ന് നീങ്ങുന്നു. അതിനു മുമ്പ് ഒരു ഭാഷാരഹിത ചിന്താഘട്ടവും ചിന്താരഹിത ഭാഷാഘട്ടവും ഉണ്ട്. ഇതിലൊക്കെ ഭാഷ ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഈ കണ്ടതിൽ 18 ചോദ്യവും നമ്മുടെ പ്രപ്പ് സ്കെയിൽ മുന്നോട്ട് വെച്ച പ്രപ്പ് സ്കെയിലിൻ്റെ ഈ പുസ്തകത്തിൽ നിന്ന് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. അതായത് ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ പരീക്ഷ വരാൻ വേണ്ടി പോവാണ്. ഈ പരീക്ഷയിൽ നിന്നും ഏകദേശം ഇതേ മാതൃകയാണ് പിന്തുടരുന്നെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ധാരാളം സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ട് പുസ്തകം ഇനിയും വാങ്ങിയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുസ്തകം വാങ്ങാവുന്നതാണ്. പ്രപ്പ് സ്കെയിലുമായി ബന്ധപ്പെടുക. പുസ്തകത്തിൻ്റെ വില 399 രൂപയാണ്. പൈസ അടച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പുസ്തകം 2ാമത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് എത്തും. അപ്പോൾ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആദ്യം എത്രയധികം നിങ്ങൾക്ക് പുസ്തകങ്ങൾ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക. കാരണം ഏതാനും കോപ്പികൾ മാത്രമേ പുസ്തകം ബാക്കിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് 20 ക്വസ്റ്റ്യൻ നമ്മൾ സൈക്കോളജിയിൽ നിന്ന് കണ്ടത്. ഇനി 2 ചോദ്യം ഇംഗ്ലീഷ് പെഡഗോഗിയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആ ചോദ്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. വീഡിയോ വളരെ വലുതായി, അതുകൊണ്ട് വളരെ പറയാണ്. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്? റെപ്പിറ്റീഷൻ ഈസ് എസെൻഷ്യൽ. അതായത് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിൽ എന്താവശ്യമില്ല? ഉരുവിടൽ അല്ലെങ്കിൽ ആവർത്തനം
ആവശ്യമില്ല. പക്ഷെ എന്തൊക്കെ ആവശ്യമുണ്ട്? ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ടീച്ചിങ് ഗ്രാമർ, എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ഓഫ് ദ ക്ലാസ് റൂം ഇൻ ദ ക്ലാസ് റൂം, ദെൻ ഇറ്റ് ഈസ് സ്റ്റുഡൻറ്റ് സെൻറ്റേഡ്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡിൻ്റെ പ്രത്യേകതകളാണ്. എന്നാൽ റിപ്പിറ്റീഷൻ ഈസ് എസെൻഷ്യൽ എന്നുള്ളത് പ്രത്യേകത അല്ല. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ 2 objectives ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ LP ക്ലാസ്സസ്? LP ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെ 2 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന്, ടു ഡെവലപ്പ് ദ ലാംഗ്വേജ് സ്കിൽ, ഓഫ് കോഴ്സ് ഭാഷയിലെ 4 നൈപുണ്യങ്ങൾ, ശ്രവണം, ഭാഷണം, ലേഖനം, ഓക്കെ ഇല്ലേ, അങ്ങനെയുള്ള LSRW. അപ്പോൾ LSRWയുടെ ഡെവലപ്മെൻറ്റ്. പിന്നെ ടു എനാബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതായത് യഥാർത്ഥ ജീവിത സന്ദർഭത്തിൽ കുട്ടികൾക്ക് ഈ ഭാഷയിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം രണ്ടാമത്തതും ഭാഷാ പഠനത്തിൻ്റെ ഉദ്ദേശ്യമാണ്. 3, ടു സർപ്രൈസ് അതേഴ്സ്, മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുക, അതല്ല. ടു എനാബിൾ ദ ലേണർ ടു ക്രിയേറ്റ് ഗ്രേറ്റ് ലിറ്റററി വർക്ക്, മഹത്തായ ലിറ്റററി വർക്കുകൾ ഉണ്ടാക്കുക. ഇതൊന്നും LP ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ്യങ്ങളല്ല. അപ്പോൾ ഒന്ന്, ടു ഡെവലപ്പ് 4 ലാംഗ്വേജ് സ്കിൽസ്. 2, ടു എനാബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ. അപ്പോൾ 1 ശരിയാണ്, 2 ശരിയാണ്. അപ്പോൾ ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്. ആൻസർ ഈസ് ബി. അപ്പോൾ 22 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സൈക്കോളജിയിൽ വന്ന 20 ചോദ്യത്തിൽ 18 ചോദ്യവും നമ്മുടെ പ്രൊഫ് സ്കെയിൽ തയ്യാറാക്കിയ ഈ പുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാണ്, പുസ്തകം ആവശ്യമുള്ളവർ പ്രൊഫ് സ്കെയിലിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ 2-ാം ദിനം നിങ്ങളുടെ വീട്ടുപടിക്കൽ ഈ പുസ്തകം എത്തും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പുസ്തകം വെറുമൊരു പുസ്തകമല്ല, ഇത് മൾട്ടി കളറിൽ ഹൈ ക്വാളിറ്റി GSM പേപ്പറിൽ നിങ്ങൾക്ക് വായിക്കാൻ വളരെയധികം സൗകര്യപ്രദമായ രീതിയിൽ വളരെ ചിത്രങ്ങളോടുകൂടി നല്ല അക്ഷരത്തിൽ വെള്ളക്കടലാസിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി തയ്യാറാക്കിയ പുസ്തകമാണ്. 50 വർഷം ഈ പുസ്തകം നിങ്ങൾ ഉപയോഗിച്ചാലും ഈ പുസ്തകത്തിൻ്റെ താളുകൾക്ക് യാതൊരു കേടുപാടുകളും പറ്റില്ല. ഞാൻ താളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പുസ്തക താളുകളെയല്ല, ഇതിലത്തെ ഓരോ താളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഏടുകളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വിജയം നേരുന്നു. ആൻഡ് ഐ എം സൈനിങ് ഓഫ് നൗ. ബാലകൃഷ്ണൻ. See you again. Until then, goodbye.